പല മലകളും കുന്നുകളും ഇടിച്ച് ഇന്ന് ഈ പറഞ്ഞ പ്രദേശങ്ങൾ, നിലങ്ങളും തോടുകളും കയ്യേറി അതൊക്കെ എൻക്രോച്ച് ചെയ്തിട്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല. അവിടെ പ്രളയം, അതായത് ഉരുള് പൊട്ടുന്നു, ആ വെള്ളം കൂടി ഇവിടെ വരുന്നു, ഇവിടെ കൊണ്ടുവന്ന് അടിക്കുന്നു. ആരെവിടെ ജീവിക്കുന്നു? കുട്ടനാട്ടുകാര് മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ മുകളിൽ നിന്നുള്ളവർ താഴേക്ക് ഇറങ്ങാൻ നോക്കും. ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അതിനെ സർക്കാർ എതിരായിട്ടും ഞാൻ എൻ്റെ ജാതിയും മതവും രാഷ്ട്രീയവും അതെല്ലാം തൊലിച്ച് അവസാനം എന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചട്ടക്കൂടിലാക്കും. ഈ പ്രാവശ്യം നിങ്ങൾക്കറിയാം, നമുക്കുണ്ടായിരിക്കുന്ന കാർഷികമായ ഒരു ഉൽപ്പന്നങ്ങളുടെയും എല്ലാം ഒരു കാലങ്ങളിൽ പെട്ടതാണ് ഓണക്കാലം. ആ ഓണക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ച നമ്മുടെ മഴയെ തുടർന്നുണ്ടായ ഒരു പ്രളയ സമാനമായ അന്തരീക്ഷം കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ മേഖലകളിലും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വടക്കൻ മേഖലകളിലും ഉണ്ടായ മഴ കൊണ്ടുണ്ടായ ദുരിതങ്ങളും വളരെ കൂടുതലാണ്. ഈ ദുരിതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം നമുക്ക് ഈ ഓണക്കാലം നമുക്ക് ആസ്വാദ്യമാക്കേണ്ടത്. ഇന്ന് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങളുടെ ഒരു വലിയ ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6 മണിക്കൂർ മഴ പെയ്തപ്പോൾ ഒരു വലിയ പ്രദേശം മുഴുവൻ മുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രളയകാലത്ത് വന്ന എക്കലടിഞ്ഞ ഈ നമ്മുടെ തോടാവട്ടെ ആറാവട്ടെ ഇതിൻ്റെയൊക്കെ സ്റ്റോറേജ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല മലകളും കുന്നുകളും ഇടിച്ച് ഇന്ന് ഈ പറഞ്ഞ പ്രദേശങ്ങൾ, നിലങ്ങളും തോടുകളും കയ്യേറി അതൊക്കെ എൻക്രോച്ച് ചെയ്തിട്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഈ വെള്ളം എവിടെ പോവും? നമ്മുടെ കടകളിലാവട്ടെ, വീടുകളിലാവട്ടെ, മറ്റുള്ള പ്രദേശങ്ങളുടെ എല്ലാം മുകളിൽ കൂടി കയറിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. സമൃദ്ധമായ എക്കൽ ഭൂമിയായിട്ട് മാറിയതാണ്. ജൈവ കൃഷിക്ക് ഏറ്റവും ഫലപുഷ്ടമായിരുന്ന ഒരു മണ്ണായിരുന്നു. അതിനെ വീണ്ടും നമ്മൾ മലിനപ്പെടുത്തി വിഷാംശം അടിച്ചും വീണ്ടും അത് ദുരന്തത്തിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെയാണ് പല മലകൾ, കുന്നുകൾ ഇതെല്ലാം ഇടിച്ച് നിരത്തി. ഇതെല്ലാം ഞങ്ങളൊക്കെ രാവിലെ കുട്ടനാടൻ പ്രദേശത്ത് നിൽക്കുകയാണെങ്കിൽ ടോറസിലൊക്കെ 100 കണക്കിനാണ് ലോറിയിൽ മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രളയം, അതായത് ഉരുള് പൊട്ടുന്നു, ആ വെള്ളം കൂടി ഇവിടെ വരുന്നു, ഇവിടെ കൊണ്ടുവന്ന് അടിക്കുന്നു. ആരെവിടെ ജീവിക്കുന്നു? കുട്ടനാട്ടുകാർ മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ മുകളിൽ നിന്നുള്ളവർ താഴേക്ക് ഇറങ്ങാൻ നോക്കുന്നു. ജീവിതത്തിൽ കേരളത്തിൽ ഒന്നാമത് നമ്മൾ വളരെ ചെറിയൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ നമുക്ക് ജീവിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ പ്രകൃതിയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ചില നന്മ വശങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. പല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിന് എന്താ പറയുക, അവരൊക്കെ വലിയ അറിവുള്ളവരാവാം, പക്ഷെ അവരുടെ എവിടെ കൂച്ചുവിലങ്ങിട്ട് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതാണോ? എന്തായാലും ഇവിടെ ഇത്രയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടും അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാത്തത് കാർഷിക മേഖലയിൽ നിൽക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് വളരെ വേദനയാണ്. ഇനിയും ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അതിനെ സർക്കാർ എതിരായിട്ടും ഞാൻ എൻ്റെ ജാതിയും മതവും രാഷ്ട്രീയവും അതെല്ലാം തൊലിച്ച് അവസാനം എന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചട്ടക്കൂടിലാക്കുക. എന്ത് കാര്യം? ഉള്ള കാര്യം പറയുന്നു. ഞാൻ പറയുന്ന തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. ഞാൻ പറയുന്ന നന്മയിൽ എവിടെങ്കിലും ഒരു വശമുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് എവിടെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ചെയ്യാനുള്ള മനസ്സ് കാണിച്ചില്ലെങ്കിൽ പുതുതലമുറ, അടുത്തൊരു തലമുറ നമുക്കിവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം വളരെ വലിയ ഒരു ചോദ്യചിഹ്നമാണ്. എപ്പോഴും നമ്മൾ ആലോചിക്കുന്നു, ഈ തോട് അല്ലെങ്കിൽ ചാലുകൾ എന്നൊക്കെ പറയുന്നത് വെള്ളം പോകാനാണ്. ഒരു സിറ്റിക്ക് നടുക്കൂടെ എപ്പോഴും ഈ പറഞ്ഞ പോലെ തോടുകളൊക്കെ ഉണ്ട്. ആ തോട്ടിൽ കൂടെ ആണ് ഈ വെള്ളം ഇങ്ങനെ പുഴയിലേക്ക് വന്ന്, പുഴയിൽ കൂടി അത് ആറ്റിൽ വന്ന് അവിടെ നിന്നാണ് കടലിലേക്ക് പോകേണ്ടത്. ഇത് പോവാനുള്ള ഈ പ്രദേശങ്ങൾ, ഈ ചാലുമൊക്കെ എൻക്രോച്ച് ചെയ്തിട്ട് ഇത് പോവാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ ഈ മഴ പെയ്യുന്ന കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ നമുക്ക് മഴയില്ലെന്നാണ് പറഞ്ഞത്. 6 മണിക്കൂർ പെയ്തപ്പോൾ നമ്മളിവിടെ മുങ്ങിത്താന്നു. അപ്പോൾ 6 മണിക്കൂർ പെയ്താൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെ മനുഷ്യൻ്റെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ. അത് തിരിച്ചറിയാൻ
ഇവിടുത്തെ എന്ത് എന്ത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ചിന്തിക്കാത്തത്. നമ്മൾ ഇന്ത്യയിലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നോക്കൂ, ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളുണ്ടായിട്ട് അവരൊക്കെ അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നില്ലേ? അവരൊക്കെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പരിഹാരങ്ങൾ കാണുന്നില്ലേ? അപ്പം നമുക്കും അതൊക്കെ ചെയ്യാൻ സാധിക്കും. ഏറ്റവും വിദഗ്ധരായ ഉദ്യോഗസ്ഥരും അതിന് അനുഭവ സമ്പത്തുള്ള ആൾക്കാരുമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത ഒരു തലമുറയെ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു എന്താ പറയുക, പെട്ടെന്നൊരു റെമഡി കണ്ടെത്തിയില്ലെങ്കിൽ ഇനിയും ഇതുപോലെ പ്രളയം വരാം, അതൊരു തീമഴയാവാം. ഇനി അതല്ല, അതിനപ്പുറമായിട്ട് സുനാമിയൊക്കെ തന്ന പോലെ, അല്ലെ ഓക്കി തന്ന പോലെ വീണ്ടും വീണ്ടും ദുരന്തത്തിലേക്ക് പോവാനാണ് നമ്മുടെയൊക്കെ തലമുറയുടെ ഒരു സാഹചര്യമെങ്കിൽ അത് അനുഭവിക്കുക. അതുകൊണ്ട് പ്രകൃതിയെ മനസ്സിലാക്കി പ്രകൃതിയെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആരും പോവരുത്. അതിന് എല്ലാവരും, ഞാനൊന്നോ നിങ്ങളൊന്നോ ഇല്ലാതെ എൻ്റെ പ്രശ്നമില്ല, ബാക്കിയുള്ളവർക്കുണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആ മനോഭാവം മാറ്റി നമ്മൾ ഒന്നായി ഈ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല ഒളിവചനം എന്ന് പറഞ്ഞ മാവേലി തമ്പുരാൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ആ നല്ല നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം.